അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാം ക്ലാസ്സിലെ തജ്വീദിലെ ഒന്നാമത്തെ പാഠം അൽ ഖുർആൻ. ഇതിലെ തദ്രീബാത്താണ് വായിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നഖറഉ വായിക്കാനാണ്, ഓരോരുത്തരും വായിക്കണം. ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ മക്കയിലെ ജബലുൻ നൂറിലുള്ള ഗുഹ. പിന്നെ മുഅ്ജിസത്ത്, അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പാരായണം, ഓത്ത്. ഹർഫ്, അക്ഷരം. മഖ്റജ്, അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. സിഫത്ത്, അക്ഷരം പുറപ്പെടുന്ന രൂപം. തഫ്ഖീം, കനപ്പിക്കൽ. തർത്തീഖ്, നോർപ്പിക്കൽ. ഇത് ഓരോരുത്തർ വായിക്കണതൊക്കെ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അടുത്തത് 2, നുക്കമ്മിലു, പൂർത്തിയാക്കുക. ആ ഒഴിഞ്ഞ സ്ഥലങ്ങൾ പൂർത്തിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദാഷ് ഖുർആൻ ഓതിക്കൊടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം. 2, ഉസ്താദ് ദുആ ചെയ്തപ്പോൾ കുട്ടികൾ ഉച്ചത്തിൽ ദാഷ് പറഞ്ഞു, ആമീൻ പറഞ്ഞു. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. 4, ഖുർആൻ പാരായണം ഏറ്റവും ദാഷ് ഉള്ള സൽക്കർമ്മമാണ്. ആ ദാഷ് എന്താ? പുണ്യം, ഏറ്റവും പുണ്യം ഉള്ള. സാധാരണ 5 ട്ടോ. സാധാരണ അറബി വായിക്കുന്നത് പോലെ ദാഷ് പാരായണം ചെയ്യാൻ പാടില്ല ഖുർആൻ. അപ്പൊ നോക്കിയ 5 റെഡിയാട്ടോ. ഇനി മുബയ്യിനും വ്യക്താക്കാനാണ്. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങളത് കണ്ടെത്തിങ്ങാണ്ട് ചെയ്താലും മതി കേട്ടോ. എഴുതിയല്ലത് വേണ്ടത്, അത് കണ്ടെത്തിയാണ് വേണ്ടത്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ 5 ആയത്തുകൾ കണ്ടെത്തി പാരായണം ചെയ്യുക. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ 5 ആയത്ത് ഏതാണ്? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖറഉ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് യഖറഉ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അത് നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് ഓതി നോക്കണം കേട്ടോ. സൂറത്തില് ഖുർആനിൽ 96-ാമത്തെ അധ്യായക്കാരം രക്ഷിതാക്കളോടോ ഒക്കെ ചോദിച്ചിട്ട് അത് ഓതി കണ്ടെത്തിയിട്ട് നോക്കണം. പിന്നെ 2 വ്യക്തമാക്കാൾ 2, വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. ഖുർആനെ പറ്റിയിട്ട് 5 വാചകം. 1, ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതട്ടോ, ഞാൻ 5 എഴുതുന്നു മാത്രം. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മം. 4, ഖുർആനിന് പ്രത്യേക പാരായണ നിയമമുണ്ട്. അപ്പൊ 5 അങ്ങനെയായി. ഇനി ഉത്തരം പറയാനാ. ഖുർആനിൽ ആദ്യം
ആദ്യം ഇറങ്ങിയ ആയത്ത് ഏത്? സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്തുകൾ. 2, ഖുർആൻ എന്നാൽ എന്ത്? അത് പഠിക്കണം, ചൊല്ലി പഠിക്കണം. ഖുർആൻ എന്നാൽ എന്ത്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. അത് എഴുതിയും പഠിക്കണം, ചൊല്ലിയും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ഖുർആൻ. ഇനി 4-മത്തെ ചോദ്യം വ്യക്തമാക്കാനുള്ളത്, ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്ര പ്രതിഫലം ലഭിക്കും? ചുരുങ്ങിയത് 10 പ്രതിഫലം. 5, തജ്വീദ് എന്നാൽ എന്ത്? അത് ആവർത്തിച്ച് പഠിക്കണം. ഒരു വട്ടം എഴുതുക, പിന്നെ ആവർത്തിച്ച് പഠിക്കുക. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് ഖുർആൻ തജ്വീദ് എന്ന് പറയുന്നത്. അടുത്ത പേജ്. വ്യക്താക്കാൻ, വെളിവാക്കാൻ, കണ്ടെത്തിയിട്ട് പറയാൻ, കണ്ടെത്തി പറയാം. ഹിറാ ഗുഹ എവിടെയാണ്? എവിടെയാ? പരിശുദ്ധ മക്കയിലെ ജബലുന്നൂറിൽ. അവിടെ ലൂ പോയിക്കോ. ജബലുന്നൂറിൽ, ജബലു നൂറിൽ ലൂ പോയിക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടിട്ടോ. പരിശുദ്ധ മക്കയിലെ ജബലുന്നൂറിൽ. 2, പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത്? നമ്മുടെ നബിയുടെ ജന്മനാടാണ് മക്ക. മക്കളിതുമ്പൊരു താളുണ്ടാവും, അതൊട്ട് കണ്ടേ. നമ്മുടെ നബിയുടെ ജന്മനാടാണ് മക്ക. ഒരു ഹത്താട്ടോ. 3, മഖ്റജ് എന്നാൽ എന്ത്? മഖ്റജ് എന്നാൽ എന്ത്? അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. 4, സിഫത്ത് എന്നാൽ എന്ത്? അക്ഷരം പുറപ്പെടുന്ന രൂപം. ആ രൂപത്തിനാണ് സിഫത്ത്. ഇതെല്ലാം പഠിക്കണം. ഹിറാ ഗുഹ എവിടെയാണ്? പിന്നെ അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം എന്താണ്? ഇതിന്റെ പേരെന്താണ്? അക്ഷരം പുറപ്പെടുന്ന രൂപത്തിന് എന്താണ് പറയാ? ഒക്കെ പഠിക്കണം. പിന്നെ തഖ്സീസ് നഖറഉ സൂറത്തുൽ ദാരിയാത്ത്. എന്നിട്ടോ സൂറത്തുൽ ദാരിയാത്ത് സൂറത്ത് ഫുൾ ഓടണം. കുറച്ച് ഉസ്താദ് എടുത്തിട്ടുണ്ടാകും. തജ്വീദിന്റെ 1-മത്തെ പാഠം കഴിയുമ്പോ സൂറത്തുൽ ദാരിയാത്ത് ഒന്ന് ഓതി നോക്ക്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2-ാം ക്ലാസ്സിൽ പഠിച്ച സൂറത്തുകളൊക്കെ അലംതറ, അതുപോലെ ഈലാഫി ഖുറൈശ്, അതുപോലെ വൈലുല്ലി കുല്ലി ഹുമസ, അതൊക്കെ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ച് ഒന്നുകൂടി ആവർത്തിച്ചു നോക്കുക. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് അള്ളാഹു നല്ല ബുദ്ധിയായിട്ട് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.